ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ PSC പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഫീൽഡ് അസിസ്റ്റന്റിന്റെ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ് ഇപ്പോൾ PSC പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. എത്ര പേരാണ് മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തിയത്, അതുപോലെ തന്നെ എത്ര പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടു, അതുപോലെ തന്നെ എത്രയാണ് ഇതിന്റെ കട്ട് ഓഫ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഫ്രണ്ട്സിനും മറ്റുമായിട്ട് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമ്മുടെ കാറ്റഗറി നമ്പർ 473/2024 ഫീൽഡ് അസിസ്റ്റൻറ്റ്, നമ്മുടെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്കുള്ള ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം ആയിരുന്നു. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. അപ്പോൾ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ കാൻഡിഡേറ്റ്സ് ഹൂസ് നമ്പേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഷോർട്ട് ലിസ്റ്റ് ആർ ഡയറക്റ്റഡ് ടു ബി പ്രസന്റ് ഇൻ പേഴ്സൺ ഫോർ എൻഡുറൻസ് ടെസ്റ്റ് ആസ് പെർ ദി ഷെഡ്യൂൾ. അതായത് ഇതിൽ ഉൾപ്പെട്ട ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ട എല്ലാവരും നമ്മുടെ എൻഡുറൻസ് ടെസ്റ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് നമ്മുടെ മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടത്. അപ്പോൾ നമ്മുടെ PSC ദിവസം കഴിയുന്തോറും നമ്മുടെ ഷോർട്ട് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ട ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ വെട്ടിക്കുറച്ച് വരികയാണ്. നമ്മുടെ CPO ഒക്കെ അറിയാം, ആദ്യം പണ്ടൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരെ നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ഇപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഇപ്പോൾ 300 ആൾ അങ്ങനെയൊക്കെ ഉള്ളൂ നമ്മുടെ ലിസ്റ്റിലൊക്കെ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ നമ്മുടെ എത്ര പേര് ഉൾപ്പെടുത്തി എന്നുള്ള ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 127 പേരെയാണ് നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 136 പേരെ നമ്മുടെ സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി 263 പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ PSC പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ 43 മാർക്കും അതിന് മുകളിൽ നേടിയവരാണ് ഈ ഒരു 127 പേരെന്ന് പറയുന്നത്. അതായത് 43 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നത്. അപ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഇനി വരാൻ പോകേണ്ട ഒരു ഷോർട്ട് ലിസ്റ്റാണ് നമ്മുടെ ലാബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ. അപ്പോൾ നമുക്കറിയാം, ഓൾറെഡി പത്തനംതിട്ട ജില്ലയുടെ നമ്മുടെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. അപ്പോൾ ഇനി മറ്റുള്ള ജില്ലകളുടെയും അടുത്ത് തന്നെ വരേണ്ടതാണ്. പക്ഷെ എന്താണ് ഇങ്ങനെ ലാഗ് അടിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ മറ്റുള്ള ജില്ലകളുടെയും അടുത്ത് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. PSC ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ഷോർട്ട് ലിസ്റ്റിലുള്ള ആൾക്കാരുടെയൊക്കെ എണ്ണമൊക്കെ വെട്ടിക്കുറച്ച് വരികയാണെന്ന്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൈം എന്ന് പറയും. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു PSC ജോലിയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ നല്ലോണം കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു പോസ്റ്റിലൊക്കെ ആയിട്ട് കയറി പറ്റുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.